ഈ മനോഹരമായ രാത്രിയിൽ കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നാം സഭാകാന്തനായ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ് എന്നുള്ളതായ വിലപ്പെട്ടതായ സത്യമാണ് നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. ആ ബന്ധത്തിൽ നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയായിരിക്കുന്നത് പോലെ നമുക്കും വിശ്വസ്തരായി സാക്ഷ്യം വഹിക്കാൻ സാധിക്കണം എന്നുള്ളതായ വലിയ സത്യം കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. വിശ്വസ്ത പാലിക്കേണ്ടുന്നതായ മേഖലകൾ നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നു. നമ്മൾ പാടിയതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അവിശ്വസ്തതയുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തി നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള വലിയ ആവശ്യകതയുണ്ട്. കാരണം വിശ്വസ്തതയിൽ ക്രമപ്പെടാനായിട്ട് കർത്താവ് വന്നാൽ പിന്നെ അവസരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടിയപ്പോഴും ഓർക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന നാളുകളിൽ എവിടെയൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ ആ തെറ്റുകളെ തിരുത്തി നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സാധിക്കട്ടെ. നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ വിശ്വസ്തരായിട്ട് ഇവിടെ സാക്ഷ്യം വഹിച്ചാൽ കർത്താവ് നമ്മോട് പറയുന്നൊരു വാചകം നമുക്കറിയാം, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസന് എന്നുള്ളതായ മനോഹരമായ വിളി കേൾക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വശത്ത് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം, ക്രമപ്പെടേണ്ട മേഖലകളിൽ ക്രമപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം വിശ്വസ്തത സൂക്ഷിക്കേണ്ടുന്നതായ 4 മേഖലകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നിരുന്നു. ആവർത്തിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ടൊന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ വാക്കുകളിൽ വിശ്വസ്തരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസ സത്യങ്ങളെ വിശ്വസ്തയോടുകൂടി സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ ആ വാക്കുകൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കൂടെ ഓർക്കാറുണ്ട്. നാം ദൈവീക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവിക മർമ്മങ്ങളെ വിശ്വസ്തയോടുകൂടി സൂക്ഷിക്കുവാൻ, വിശ്വസ്തയോടുകൂടി അത് പഠിപ്പിക്കുവാൻ, വിശ്വസ്ത സാക്ഷികളായിട്ട് നമുക്കും ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. കർത്താവ് തന്ന ശുശ്രൂഷയിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാനായിട്ട് സാധിക്കണം. അത് നമ്മൾ വിശദമായിട്ട് ഓർത്തു. 4-ാമത്തെ മേഖലയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്നൊരു മേഖല നമ്മുടെ സാമ്പത്തിക മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വിശ്വസ്ത പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ് എന്ന് നമ്മൾ കണ്ട് വരികയായിരുന്നു. സമ്പത്ത് നമ്മൾ അധ്വാനിച്ച് ആർജിക്കേണ്ടുന്നതാണ്. അതുപോലും വളരെ വിശ്വസ്തയോടുകൂടി നിർവഹിക്കേണ്ടിയിരിക്കുന്നു. നമുക്കങ്ങനെ ഏത് അധ്വാനത്തിലും ഏർപ്പെടാനായിട്ട് അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മെ കർത്താവ് വിളിച്ച വിളിക്ക് യോഗ്യമായിട്ടുള്ളതായ വിശ്വസ്തത ഈ മേഖലയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. 1981 കാലഘട്ടത്തിൽ ഞാൻ കേട്ടൊരു സാക്ഷ്യം ഈ സാമ്പത്തിക മേഖലയിലെ വിശ്വസ്തയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ചിലപ്പോൾ എടുത്ത് പറയാറുമുണ്ട്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം മദ്രാസിലൊരു വലിയ കമ്പനിയിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് ജോലിക്കായിട്ട് വന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു അദ്ദേഹത്തിനൊരു ഉന്നതമായ ജോലി അവിടെ കിട്ടിയായിരുന്നു. അന്ന് 5 അക്ക ശമ്പളം വാങ്ങിക്കാവുന്ന ജോലി. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അദ്ദേഹം ആ ജോലി വേണ്ടാന്ന് വെച്ചു. പിന്നെ ഒരു ജോലി കിട്ടിയ കാര്യമാണ് സാക്ഷ്യം പറയാനിടയായിട്ട് തീർന്നത്. വേണ്ടാന്ന് വെച്ചതിൻ്റെ കാരണം ആദ്യം കിട്ടിയ ജോലി ഒരു ടുബാക്കോ കമ്പനിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ താൻ സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കൃപയിലേക്ക് വന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജോലി വേണ്ട എന്ന് തീരുമാനിച്ചു. ദൈവം അതിനേക്കാൾ നല്ല ജോലി തന്നു എന്ന്
അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ ഓർക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ വരുമാന വഴികളും വിശുദ്ധമായിരിക്കുക എന്നുള്ളത് കർത്താവിനോട് നാം പുലർത്തുന്നതായ വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. വിശ്വസ്തത സൂക്ഷിക്കേണ്ട മറ്റ് ചില മേഖലകളും ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. നമ്മുടെ പണം, നമ്മുടെ കയ്യിൽ എത്തുന്ന പണം വിനിയോഗിക്കുന്നതിലുള്ള വിശ്വസ്തത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മൾ ഓർക്കാൻ ഇടയായിട്ട് തീർന്നു. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചായിരുന്നു. ആദ്യ ഭാഗം കർത്താവിനായിട്ട് വേർതിരിക്കണം എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആ മേഖലയിൽ 2 വാക്യങ്ങൾ കൂടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കുകയായിരുന്നു. ഈ മേഖലയിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. നമ്മൾ ഒടുവിലായിട്ട് വായിച്ച് നിർത്തി മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമായിരുന്നു. അപ്പോൾ ആ വാക്യത്തിൽ പഴയ നിയമത്തിൽ ഈ പ്രമാണം പറയുമ്പോൾ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ടൊരു സത്യം പഠിപ്പിക്കുന്ന സ്ഥാനമാണത്. അതിൻ്റെ പ്രാധാന്യവും ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ വാക്യം കൂടി നമുക്കൊന്ന് വായിച്ചു പോകാം. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. ഉടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ലളവ് നിങ്ങളുടെ വടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് വളർന്നു കിട്ടും. ഇത് നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെട്ടതായ വാക്യമാണ്. ഗിരിപ്രഭാഷണത്തിലും ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ കുറച്ചധികം വിശദമായിട്ട് അത് പറയുന്നുണ്ട്. നിക്ഷേപം എവിടെ സ്വരൂപിക്കണം എന്നാണ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്. സ്വർഗത്തിൽ സ്വരൂപിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് തന്നെയാണ്, കൊടുക്കണം, കർത്താവിന് വേണ്ടി കൊടുക്കണം എന്നുള്ളതാണ് അവിടെ ദൈവാത്മാവ് വ്യക്തമാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, അവിടെ കർത്താവ് ഒരു കൽപ്പന കൊടുക്കുകയാണ്. ഒറ്റ വാക്കിലെ കൽപ്പനയാണ്, കൊടുപ്പിൻ. ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഞാൻ ആ കൽപ്പന ഒന്ന് അടിവരയിടുന്നതിൻ്റെ കാരണം പിന്നെ പറയും. അപ്പോൾ കർത്താവ് കൊടുക്കാനായിട്ട് കൽപ്പന തന്നിട്ടുണ്ട്. മത്തായി 28-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം നമുക്കറിയാമല്ലോ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ കർത്താവ് നൽകിയ കൽപ്പന നമ്മൾ പഠിക്കണമെന്ന് മാത്രമല്ല, പിന്നെ അത് ഉപദേശിക്കണം. പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത അവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിന് ഒത്തിരി വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷേ അവിടെ നമ്മുടെ വിഷയത്തോട് ചേർന്നൊരു കാര്യം ഉണ്ട്. അവിടെ കർത്താവ് പറയുന്നത് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കിട്ടുമെന്ന് പറയുമ്പോൾ അതിന് വിശദീകരണം പറയുന്നുണ്ട്. കൊടുപ്പിൻ എന്നുള്ളൊരൊറ്റ വാക്കിൽ കൽപ്പനയാണ്. കിട്ടുമെന്ന് പറയുന്നതിന് കുറച്ചധികം വിശദീകരണമുണ്ട്. അതൊരു കൃഷി പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത്. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ കിട്ടും. അതൊക്കെ ഒരു കാർഷിക പശ്ചാത്തലത്തിലുള്ളതായ പ്രതിപാദനമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ആ വാക്കിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ ഈ കൊടുക്കുക എന്നുള്ളതായ കൽപ്പന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുപോലെ നമുക്ക് ആരാണ് സമ്പത്ത് തരുന്നത്? കർത്താവാണ്. ജോലി ചെയ്തൊക്കെ കിട്ടുന്ന സമ്പത്തും ആര് തരുന്നതാണ്? കർത്താവ് തരുന്നതാണ്. ജോലി ചെയ്യാനുള്ള അധ്വാനം കർത്താവിൻ്റെ കൃപയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള വിശ്വസ്തത ആ പ്രതിപാദനത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അളവ് കാര്യങ്ങളുമൊക്കെ അവിടെ വിശ്വസ്തത സൂക്ഷിക്കണമെന്ന് സദൃശവാക്യത്തിൽ എത്രയോ വാക്യങ്ങളെ പറയണല്ലേ. അളവ് കാര്യങ്ങളിൽ അങ്ങനെ കള്ളത്തരം പാടില്ല എന്നുള്ളതായ കാര്യം വളരെ ശക്തമായിട്ട് ആവർത്തിച്ച് ദൈവാത്മാവ് പ്രബോധിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വായിക്കുന്ന ആവർത്തന പുസ്തകത്തിലും
ആ കാര്യം സ്പെസിഫൈ ചെയ്ത് ഇസ്രായേൽ മക്കളോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള വിശ്വസ്തത, അപ്പോൾ ഞാൻ ആ വാക്കിങ്ങനെ ചേർത്തെന്ന് പറയട്ടെ. അപ്പോൾ കൊടുക്കുന്നതിൽ ഒരു വിശ്വാസി സൂക്ഷിക്കുന്ന വിശ്വസ്തത, ആ വിശ്വസ്തതയെ ആര് നിശ്ചയമായിട്ടും ആദരിക്കും? വിശ്വസ്തനായ നമ്മുടെ കർത്താവ് ആദരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം ഈ മേഖലയിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതായൊരു വാക്യമാണ്. അതുകൊണ്ട് ഞാൻ അതൊന്ന് ചേർത്ത് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം എന്ന് കരുതുകയാണ്. കർത്താവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ വിശ്വസ്തരായിരിക്കാം. ഞങ്ങളിപ്പോൾ ആവർത്തന പുസ്തകത്തിൻ്റെ പുതിയ പോർഷനിലാണ് കഴിഞ്ഞ ആഴ്ച മുതൽ. അപ്പോൾ അതിൽ 26-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ വായിക്കുമ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചൊരു വാക്യമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ പിന്നെയാണ് ഈ വേദഭാഗം വായിക്കാനും അതെനിക്ക് വേറിട്ടൊരു സ്പർശനമായി അനുഭവപ്പെടാനും ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ആ വാക്യം കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഒത്തിരി വിശദീകരണം ഞാൻ പറയുന്നു എന്ന് വിചാരിക്കുന്നില്ല. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടതെന്തെന്നാൽ, നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെ ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ദൈവനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകം എന്നെ വളരെ സ്പർശിച്ചതായൊരു വാചകമാണ്. അതുകൊണ്ടാണിത് വായിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല. ഒരു ഇസ്രായേല്യൻ ദൈവസന്നിധിയിൽ പോയി നിന്ന് വളരെ പരമാർത്ഥതയോടെ പ്രാഗൽഭ്യത്തോടെ പറയുന്ന വാക്കാണ് നാം ഇവിടെ കാണുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ആ വാക്യം. ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല. ഈ അധ്യായത്തിൻ്റെ തുടക്കം മുതൽ വായിച്ചാൽ ഒരു ഇസ്രായേല്യൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അർപ്പിക്കുന്നതാണ് വിശദാംശങ്ങൾ. നമ്മളിനി വായിക്കുന്നില്ല. ആ അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ എല്ലാ വക കൃഷിയുടെയും ആദ്യഫലം പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അർപ്പിക്കുന്നതായ കാര്യം അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. തുടർന്നുള്ള വാക്യങ്ങൾ അതിൻ്റെ വിശദീകരണമുണ്ട്. ആ വിശദീകരണമൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചോ എന്നെനിക്കറിയാൻ പാടില്ല. നീ എന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ എന്തുണ്ട്? വിശുദ്ധമായതുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്ന വിശുദ്ധി എന്ന് പറയുന്നത് വേറെ ഒരു വിശുദ്ധിയുമല്ല. ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതിൽ വിശുദ്ധമായതെന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ വേർപാടും വിശുദ്ധിയും ചേർന്ന് പോകുന്നതായ കാര്യമാണ്. നമുക്ക് കിട്ടിയ വിശുദ്ധീകരണത്തിൽ 2 ഘടകങ്ങളുണ്ട്. നമ്മൾ ഓർക്കാറുണ്ടത്, എങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. നാം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ശുദ്ധീകരണമുണ്ട്. അതിനെ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥാനീയമായ ശുദ്ധീകരണത്തിലേക്ക് ഒരു പാപിയായിരുന്ന മനുഷ്യൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊള്ളുമ്പോൾ വരികയാണ്. അവൻ്റെ ശരീരത്തിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. പിന്നെ എന്താ ആ ശുദ്ധീകരണത്തിൻ്റെ അർത്ഥം? അവനെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് തനിക്കു വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ
അത് സ്ഥാനീയമായ ഒരു ശുദ്ധീകരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇതെത്രയോ മഹത്തരമായിട്ടുള്ളതായൊരു കാര്യമാണ്. 4-ാം സംഘത്തിന് 3-ാം വാക്യം, യഹോവ ഭക്തന് തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. അപ്പോൾ നാം അങ്ങനെ സ്ഥാനീയമായ വിശുദ്ധിയിലേക്ക് വന്നു. പിന്നെ പറയുന്നത്, പിന്നെ നാം പ്രായോഗികമായി പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ സൂക്ഷിച്ച് ജീവിക്കണം. പ്രായോഗിക ജീവിതത്തിൽ ഈ വിശുദ്ധി സൂക്ഷിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രായോഗിക ജീവിതത്തിൽ ഈ വിശുദ്ധി കുറയുകയും അവിടെ പരാജയം വരികയൊക്കെ ചെയ്യുമ്പോൾ ദൈവാത്മാവ് അങ്ങനെ പരാജയത്തിൻ്റെ വഴിയിൽ പോകുന്നവരെ പ്രധാനമായിട്ട് ഓർപ്പിക്കുന്നത് അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ച സ്ഥാനീയ ശുദ്ധീകരണത്തിലേക്ക് അവരുടെ ചിന്തയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എൻ്റെ വിഷയം മാറിപ്പോകുമെന്ന് എനിക്കൊരു ഭയം തോന്നുന്നു. എങ്കിലും ഞാനതൊന്ന് ഓർപ്പിച്ചിട്ട് പോകാം. ഈ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന വലിയ ചില പാളിച്ചകൾ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിലൊരു ഗുരുതരമായ പാളിച്ച ഉണ്ടായിരുന്നു. അത് ധാർമ്മികമായ പാപമാണ് 5-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിൽ ഒട്ടും ഗൗരവം കുറയാത്ത മറ്റൊരു പാപം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കേണ്ട ആ പാപം ഏതാണെന്ന്? 6-ാം അധ്യായത്തിൽ സാമ്പത്തിക വിഷയത്തിൽ അവർ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവർ പ്രശ്നം തീർക്കാനായിട്ട് അവിശ്വാസികളുടെ മുമ്പിൽ പോയി, കോടതിയിൽ പോയി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോടതിയിൽ പോയി. അപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലജ്ജയില്ലേ? കാരണം നിങ്ങൾ ദൈവമക്കളാണ്. നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ ഇപ്പോൾ നിങ്ങൾ ആരുടെ മുമ്പിൽ പോയിരിക്കുകയാണ്? അവിശ്വാസിയുടെ മുമ്പിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് അറിയാമോ? അപ്പോൾ അങ്ങനെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ചതായ സ്ഥാനീയ ശുദ്ധീകരണത്തെ ഓർപ്പിക്കുകയാണ്. ഞാൻ സാധാരണ സുവിശേഷം പറയുന്ന കൂട്ടത്തിൽ അത് ഓർപ്പിക്കാറുള്ളൊരു വാക്യമാണ്. 10 കൂട്ടം പാപങ്ങൾ 9-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതായ കാര്യം അവിടെ ഓർപ്പിക്കുക. എന്തിനാണ് അത് ഓർപ്പിക്കുന്നത്? അപ്പോൾ ഈ മേഖലയിൽ, ഈ 2 മേഖലയിൽ, ഈ ധാർമ്മിക മേഖലയും സാമ്പത്തിക മേഖലയിലും ഒരു വിശ്വാസി തോറ്റാൽ പിന്നെ വേറെ എങ്ങും ജയിച്ചു എന്ന് പറയാനായിട്ട് ഇല്ല. കാരണം ഏറ്റവും ഗുരുതരമായ 2, ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകളാണ്. അതിനൊരു തെളിവ് എബ്രായ ലേഖനത്തിലുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട തെളിവ് 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യം. പിന്നെ അടുത്ത വാചകം, കിടക്ക നിർമ്മലം ആയിരിക്കട്ടെ, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അപ്പോൾ എന്തിനാ അത് ഓർപ്പിക്കുന്നത്? വിവാഹിതരെ തോൽപ്പിക്കാനായിട്ട് പിശാച് പരീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായൊരു മേഖലയാണിത്. അത് ധാർമ്മിക മേഖല. പിന്നെ അവിടെ തന്നെ അടുത്ത് വിശദീകരിച്ച് പറയുന്നത് സാമ്പത്തിക മേഖലയാണ്. 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഒരു കുടുംബം അങ്ങനെ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ അവർ വല്ലാത്ത കണിയിലും ചതിയിലും പെടാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, ഈ 2 മേഖലയും വളരെ പ്രധാനപ്പെട്ടതായ 2 മേഖലകളാണ്. എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കേണ്ട 2 മേഖലകളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ 5-ാം അധ്യായത്തിലെയും 6-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളുടെയും പ്രതിപാദനത്തിൽ ഈ 2 മേഖലയിൽ കൊരിന്ത് സഭയിൽ വന്ന പരാജയം ദൈവത്തിൻ്റെ ദാസൻ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ വേഗം തിരിച്ചു കൊണ്ടുപോകുന്നത്, അവർ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ ലഭിച്ചതായ സ്ഥാനീയ വിശുദ്ധീകരണത്തിൻ്റെ മഹത്വം അവരുടെ മുമ്പിൽ കാണിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ചേർത്ത് ഓർപ്പിക്കട്ടെ, നമുക്കും പ്രായോഗിക വിശുദ്ധി വിജയകരമായിട്ട് സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കണം എന്ന് വരികിൽ നമ്മെപ്പോഴും ദൈവം നമുക്ക് തന്ന സ്ഥാനീയ ശുദ്ധീകരണത്തെ
ഓർക്കണം. പത്രോസിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്, 2 പത്രോസ് 1:9 വാക്യം. അവിടെ ഒരു കൂട്ടം വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് അവർ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണവും മറന്നുപോയ ആളുകളാണ്. അപ്പോൾ ഒരു വിശ്വാസി തനിക്ക് ലഭിച്ച മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയാൽ, പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസി പ്രായോഗിക ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച കർത്തൃമേശ ആചരിക്കാൻ കൂടുമ്പോൾ നമ്മുടെ പൂർവ്വകാലം ഓർക്കും ഇല്ലേ? പിന്നെ ഈ കൃപയിലേക്ക് ദൈവം കൊണ്ടുവന്ന നമ്മുടെ പൂർവ്വകാല അനുഭവം ഓർക്കും. ആ ഓർമ്മയുടെ സജീവത്വം സൂക്ഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, ഈ ഓർമ്മ നന്നായി സൂക്ഷിക്കുന്ന ദൈവമക്കളെ പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധിയോടെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ ഈ മേഖല, നമ്മൾ സാമ്പത്തിക മേഖലയിൽ വിശ്വസ്തയോടുകൂടി പോവുക എന്നുള്ളത് നമുക്ക് ദൈവം തന്നതായ ശുദ്ധീകരണത്തിൻ്റെ നല്ല ഓർമ്മയിൽ സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഈ വാക്യം എന്നെ വളരെ സ്പർശിച്ചു എന്നുള്ളത് കൊണ്ട് അതൊന്ന് ഓർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ലെന്നുള്ളത് കർത്താവിന് വേണ്ടി വേർതിരിച്ച് കൊടുക്കുന്ന ബന്ധത്തിലും ഏറ്റവും വിശ്വസ്തമായി ഓർത്ത് പ്രായോഗികമാക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മലാക്കി 3:8 നിന്ന് ഓർത്തതുപോലെ, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? അതിൻ്റെ ഇംഗ്ലീഷ് വാചകം ഞാൻ പറഞ്ഞായിരുന്നു, വിൽ എ മാൻ റോബ് ഗോഡ്? മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാമോ? അപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവ് തന്ന സമ്പത്ത് തന്നെ അതിൽ ബഹുമാനപൂർവം ഒരു ഭാഗം വേർതിരിച്ച് കൊടുക്കുമ്പോൾ കർത്താവ് നൽകിയ കൽപ്പന നമ്മൾ അനുസരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസികളുമൊക്കെ വേറെ പല മേഖലകളിൽ സൂക്ഷിക്കുന്ന പോലെ തന്നെ ഈ മേഖലയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുക, ഒരുക്കുക. നമ്മുടെ വിഷയമെന്ന് ചേർത്ത് പറഞ്ഞോട്ടെ, വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. കർത്താവിനെ കൊള്ളയടിക്കുന്നത് ഏതായാലും വിശ്വസ്തതയല്ലല്ലോ, അതെന്തൊരു വലിയ അവിശ്വസ്തതയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമാക്കേണ്ടുന്ന ഒരു മേഖലയല്ല, ഏറ്റവും ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ട മേഖലയായിട്ടിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി ഞാനിതിൻ്റെ 1-2 മേഖലകൾ കൂടി സാമ്പത്തിക മേഖലയിൽ സൂക്ഷിക്കേണ്ട വിശ്വസ്തതയിൽ ഒത്തിരി വിശദമാക്കാതെ പറഞ്ഞ് പോകാം എന്ന് കരുതുകയാണ്. ഞാൻ ഈ സാമ്പത്തിക മേഖലയിലേക്ക് വന്നപ്പോൾ പറഞ്ഞായിരുന്നു, ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഈ ആവർത്തന പുസ്തകം വായിച്ചപ്പോൾ ലഭിച്ച കൂടുതൽ പ്രകാശനങ്ങളാണ്. വളരെയധികം അവിശ്വസ്തത വരുന്നൊരു മേഖല ഞാൻ സൂചിപ്പിച്ചായിരുന്നു. നിങ്ങൾ ഓർക്കേണ്ട ആ മേഖല ഏതാണെന്ന്? സാമ്പത്തിക മേഖലയിൽ വളരെ അവിശ്വസ്ത വരുന്ന വ്യാപകമാകുന്നൊരു മേഖല, സാക്ഷ്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മേഖല ഞാൻ പറഞ്ഞായിരുന്നു. വരുമാന കാര്യത്തിൽ അശുദ്ധി വരാം. പിന്നെ വായ്പയുടെ മേഖലയിൽ അവിശ്വസ്തത വരാനുള്ളതായ സാധ്യത ഉണ്ട്. അത് വ്യാപകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലുള്ള നല്ല സാക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ആവർത്തന പുസ്തകം ഞങ്ങൾ ചിന്തിച്ചപ്പോൾ രാമോങ്കലം സഭയിലും ഈ വിഷയത്തെ അധികരിക്കുന്ന ഒരു സന്ദേശം പറയാനിടയായിട്ട് തീർന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ ഈ ക്ലാസ്സിലൊന്ന് ചേർത്ത് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ്. വായ്പയെക്കുറിച്ചുള്ളതായ ഒരു ഔട്ട്ലൈൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റ് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. വായ്പ കൊടുക്കണമെന്നുള്ളത് ആവർത്തന പുസ്തകത്തിലെ ആവർത്തിച്ചുള്ള കൽപ്പനയാണ്. സൗരോണ്യം കൊടുത്താൽ പോരാ, പിന്നെ നിർബന്ധമായിട്ടും കൊടുക്കണം.
അപ്പോൾ അതിലൊരു വാക്യം വായിക്കാം. ഇതിൽ പല വാക്യങ്ങളില്ല ഇതിനകത്ത്. ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. അതിൻ്റെ മുൻപിൽ വാക്യങ്ങൾ വായിച്ചില്ല എന്നുള്ളൂ കേട്ടോ. ഹൃദയം കഠിനമാകാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് കൃത്യമായിട്ടാണ് ഈ കാര്യം ദൈവം കൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിൻ്റെ ഹൃദയം കഠിനമാകാൻ പാടില്ല, നിൻ്റെ കൈ അടച്ചു വെക്കാനും പാടില്ല. അപ്പോൾ ഒരു യഹൂദന് ദൈവം കൊടുക്കുന്ന ആ കൽപ്പന എന്ത് ഗൗരവമായിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളതായ കാര്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ കർശനമായി പറയുന്നത് എന്താണ്? വായ്പ കൊടുക്കണം. അതൊരു കൽപ്പനയായി നൽകിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുക. ഇനി പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ 2 വാക്യോടെ ഞാനങ്ങ് ചേർത്ത് പറയാം. അത് വായിക്കണമെന്നില്ല. മത്തായി 42-ാമത്തെ വാക്യത്തിൽ വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത്. അപ്പോൾ എന്ത് ഖണ്ഡിതമായിട്ടാണിത് പറയുന്നത്. ലൂക്കോസ് 6:38 നമ്മൾ ആദ്യം വായിച്ചത്. 35-ാമത്തെ വാക്യത്തിലൊരു കൽപ്പനയുണ്ട് വായ്പയെക്കുറിച്ച്. ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ. അപ്പോൾ എന്ത് വ്യക്തമായിട്ടാണ് ദൈവാത്മാവ് ഈ കൽപ്പന ആവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഞാനിന്നൊരു സഹോദരനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വേറൊരു സഹോദരി ഒരു അനുഭവം പറയാനിടയായിട്ട് തീർന്നു. ആ സഹോദരൻ പലർക്കൊക്കെ വായ്പ കൊടുത്ത് തിരിച്ചു കിട്ടിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് പറഞ്ഞത്, ബൈബിളിൽ എഴുതി വെച്ചു ഇനി ആർക്കും വായ്പ കൊടുക്കില്ല എന്ന് ബൈബിളിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരാൾ പുറത്ത് ബൈബിളിൽ ഞാൻ ഇനി വായ്പ കൊടുക്കില്ല അതൊരു തീരുമാനം എഴുതി വെച്ചാൽ അത് ദൈവം എങ്ങനെ ആദരിക്കാനാണ്? അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും നമ്മൾ ദയവ് ചെയ്ത് എടുക്കരുത്. കാരണം ഇതിൻ്റെ പുസ്തകത്തിനകത്തില്ലാത്ത തരം തീരുമാനങ്ങൾ നമ്മൾ എടുത്താൽ നമ്മൾ അബദ്ധത്തിൽ അകപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ വിശദമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് നൽകുന്നതായ വളരെ കർശനമായ നിർദ്ദേശമാണ് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനയുള്ള വിശ്വസ്തത സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ ആവർത്തന 15-8 ആദ്യം വായിച്ചത്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ ദരിദ്രനായ സഹോദരൻ്റെ നേരെ നിൻ്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. ആദ്യം വായിച്ചായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കൽപ്പന പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് ആവർത്തിച്ച് നൽകിയിട്ടുള്ളതായ കൽപ്പനയാണ്. അത് വിശ്വസ്തമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പത്തിക കാര്യത്തിൽ ഈ മനസ്സ് വചനത്തോടുള്ളതായ അനുസരണത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഇനി ഞാൻ അവിടെ ഒരു ചെറിയ വിശദീകരണം ഓർപ്പിക്കുകയാണ്. ഈ ബൈബിൾ വീക്ഷണത്തിലെ വായ്പ എന്ന് പറയുന്നത് അടിസ്ഥാന ജീവിതാവശ്യങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടിനാണ് ബൈബിൾ വീക്ഷണത്തിലെ വായ്പ. അല്ല 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയൊക്കെ വായ്പ കൊടുക്കുന്നതല്ല ബൈബിൾ വീക്ഷണത്തിലെ വായ്പ. ഇപ്പോൾ വായ്പ എന്ന് പറഞ്ഞാൽ അങ്ങ് ലക്ഷങ്ങളോ ഇപ്പോൾ എല്ലാം കോടികളിലേക്ക് പോലും എത്തിയിരിക്കുന്ന കാലമാണ്. ഈ വിദേശത്തൊക്കെ പോയിട്ടുള്ള ആളുകൾ, സ്വദേശത്തും കാണുമായിരിക്കും, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പാടില്ല, പോലുള്ള ആളുകൾ ചിലർക്ക് വീട് വാങ്ങാനായിട്ട് പല കോടികളൊക്കെ വായ്പ എടുത്താണ് വാങ്ങാനിടയായിട്ട് തീരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വായ്പ എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ സിസ്റ്റമായിട്ട് മാറിയിരിക്കുന്ന സ്ഥിതിയാണ്. ഈ സിസ്റ്റമൊന്നും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. അപ്പം ഞാനീ പറയുന്നത് വേദപുസ്തകത്തിലെ പ്രമാണമാണ്. അപ്പോൾ ബൈബിൾ വീക്ഷണത്തിലെ വായ്പ എന്ന് പറയുന്നത് ഒരാൾ അത്യാവശ്യത്തിന് മുമ്പിൽ ഞെരുങ്ങുമ്പോൾ കൊടുക്കുന്നതാണ്. എന്തൊക്കെ അത്യാവശ്യം എന്നുള്ളത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? വസ്ത്രം,
എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. ആ ഉടുക്കും എന്നുള്ളതിനകത്ത് പാർപ്പിടം ഉണ്ടെന്നാണ് കർത്താവിൻ്റെ ദാസൻ വില്യം മാഗ്നറ്റാളുടെ ഒരു അഭിപ്രായം തൻ്റെ കമൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പാർപ്പിടം കൂടെ അതിനകത്ത് ചിലപ്പോൾ പെടുത്താറുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞാൽ ഇത്രയേ പറഞ്ഞുള്ളൂ: എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. ഞാൻ ഈ വാക്യം പറയുമ്പോഴൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ്റെ പ്രസംഗം, അന്ന് ഈ കാസറ്റുള്ള കാലമാണ്, ഇപ്പോഴത്തെ സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ അതിൽ കേട്ടൊരു പ്രസംഗം ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രസംഗൻ പറഞ്ഞു, ഇപ്പോൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ളതൊന്നും അല്ല. അപ്പം അദ്ദേഹം പറഞ്ഞ ആ വാക്ക് എന്നെ പറയുകയാണ്, ഇപ്പോൾ ഏതുടുക്കും എന്നുള്ളതാണ് അല്ലേ. ഒരു കല്യാണത്തിന് ഇത് ഏതാ ഉടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കണം. അല്ലാണ്ട് ഉടുക്കാനില്ലല്ലോ എന്ന് നമ്മൾ ആരും തന്നെ വിചാരിക്കില്ല. പലതും ഉടുക്കാനുണ്ട്, ഇല്ല, ഏത് ഉടുക്കണമെന്ന് തീരുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷേ കർത്താവ് ഇവിടെ പറയുമ്പോൾ ഇത് അടിസ്ഥാന ആവശ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അടിസ്ഥാന ആവശ്യത്തിന് മുമ്പിൽ ഒരു സഹോദരൻ ഞെരുങ്ങുമ്പോൾ ഇയാൾ വാങ്ങി തിരിച്ചു തരുമോ? അതൊന്നും ആലോചിക്കേണ്ട ആവശ്യം ഇല്ല. ഒന്നും പകരം ഇച്ഛിക്കാതെ കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ കൽപ്പന പ്രായോഗിക തലത്തിൽ വിശ്വസ്തമായി സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാനെൻ്റെ രണ്ടാം വശം ഒന്ന് വിശദീകരിക്കുകയാണ്. വായ്പ വാങ്ങുന്നതിൻ്റെ നിയമം കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. വായ്പ കൊടുക്കാൻ കൽപ്പനയുണ്ട്. വായ്പ വാങ്ങുന്ന കാര്യം പറയുമ്പോൾ ഒരു നിയമം ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിലുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ധ്യാനിച്ച വേദഭാഗം ആയതുകൊണ്ട് ഞാനിത് ഈ പഠനത്തിൽ ചേർത്തതാണ്. 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. അപ്പോൾ അവിടെ വാങ്ങുന്നതിൻ്റെ ഒരു നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 119 സംഘത്തിൽ വായിക്കുന്നുള്ള 11-ാമത്തെ വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ സംഗ്രഹിക്കേണ്ടതും നമ്മുടെ പിള്ളേരുടെയൊക്കെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ച് കൊടുക്കേണ്ടതുമായ ഒരു മനോഹരമായ വചനം ഞാൻ ഈ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് പറയുകയാണ്. അതേതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നീ വായ്പ വാങ്ങുകയില്ല. അപ്പോൾ ഞാൻ ചില വാക്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെല്ലാവരും മനസ്സിൽ സംഗ്രഹിക്കണം എന്ന് പറയാറുണ്ട്. മലാക്കി ബ്രദർ ഞങ്ങൾ സഭയിൽ പഠിച്ചപ്പോൾ പിള്ളേരുടെയൊക്കെ എല്ലാവരും മനഃപ്പാഠമാക്കണമെന്ന് പറഞ്ഞൊരു കൊച്ചു വാചകമുണ്ട്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. കൊച്ചു പിള്ളേരെ മുതൽ ഇത് പഠിപ്പിക്കണം. കാരണം ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. വിവാഹമോചനത്തിൻ്റെ വേദനയുടെ അതിപ്രസരം അനുഭവിക്കുന്ന കാലമാണിത്. ഇത് വിശ്വാസഗോളത്തിലും എന്തോ ഒരു വേദനയാണ്. ഇതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാനായിട്ട് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. ബാല്യം മുതൽ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. നമ്മൾ മനസ്സിൽ കുറിച്ചിടണം, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. അപ്പോൾ ഉപേക്ഷണം എന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ ഈ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ എന്തു വരും? അത് ഉടനെ വരും. ദൈവം വെറുക്കുന്നൊരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദൈവത്താൽ വെറുക്കപ്പെട്ടവനായിട്ട് തീരും. അപ്പോൾ അത് നമ്മെ ശരിയായ നിലയിൽ സൂക്ഷിക്കത്തക്കവണ്ണം സഹായിക്കും. അതുപോലെ കുറിച്ചിടേണ്ട ഒരു വാക്കാണിത്. നീ വായ്പ വാങ്ങുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, വായ്പ കൊടുക്കണം എന്നുള്ള കൽപ്പന ഞാൻ ആദ്യം പറഞ്ഞു. അത് നമുക്ക് കൃത്യമായി സൂക്ഷിക്കാം. ഇതും നമുക്ക് പ്രാർത്ഥനാപൂർവം സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം.
ശ്രമിച്ചാൽ ജയിക്കാം കേട്ടോ, ജയിക്കാമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ജയിക്കാൻ പാടില്ലാത്തൊരു കാര്യം കർത്താവ് അങ്ങനെ പ്രമാണമായിട്ട് പറയാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച ഈ ബന്ധത്തിൽ ഉൾക്കൊള്ളാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അതുകൊണ്ട് ഞാൻ ഈ 15-ാം അധ്യായം വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ നിന്നൊരു സന്ദേശം പറയാൻ ഒരുങ്ങുകയൊക്കെ ചെയ്തപ്പോൾ ഒരു കൊച്ചു വാചകം ആ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊരു വാചകമാണ്. അത്യാവശ്യങ്ങൾക്ക് വായ്പ വാങ്ങാം, അത്യാവശ്യങ്ങൾക്ക് വായ്പ വാങ്ങാം, ആവശ്യങ്ങൾക്ക് വാങ്ങരുത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പോൾ ഭക്ഷണം, പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാനില്ല, പട്ടിണി തുടരുകയാണ്. പക്ഷെ നമ്മുടെ പിതാക്കന്മാരുമൊക്കെ പട്ടിണി തുടർന്നാലും വായ്പയ്ക്ക് പോകാതെ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കളുമൊക്കെ 3 ദിവസത്തേക്ക് വീട്ടിലാഹാരം കഴിക്കാതെ ഒരുപക്ഷെ വായ്പയ്ക്ക് പോയാൽ കിട്ടുമായിരിക്കാം, അത് വാങ്ങാതെ അങ്ങനെ പട്ടിണിക്ക് കഴിഞ്ഞുകൂടിയ കാര്യം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ കൂടിയ ദിവസങ്ങളുടെ കണക്കും ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും പറയാനുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഒത്തിരി ഇല്ലായ്മയുടെ കാലം കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ച ഒരു വാചകമാണിത്. വളരെ അത്യാവശ്യങ്ങൾക്ക് വാങ്ങാം, ആവശ്യങ്ങൾക്ക് വായ്പ വാങ്ങരുത്. എന്താ ആവശ്യങ്ങൾ? ആവശ്യങ്ങൾക്ക് ഞാനൊരു കൊച്ചു നിർവചനം, ഇത് ഞാൻ രൂപപ്പെടുത്തിയൊരു നിർവചനമാണ്. ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും സാരമില്ല. അങ്ങനെയുള്ള പല ആവശ്യങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വായ്പയ്ക്ക് പോകരുത്. കാരണം ഇല്ലെങ്കിലും കഴിഞ്ഞുകൂടാം, ഇല്ലെങ്കിലും മുമ്പോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം തരുന്ന പ്രമാണം അത് അതിൻ്റെ തനിമയിൽ സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വ്യാപകമായും അവിശ്വസ്തത വന്നിട്ടുള്ള ഈ മേഖലയിൽ നമ്മൾ അവിശ്വസ്തരായി തീരാതിരിക്കത്തക്കവണ്ണം നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച അപകടം പിടിച്ച് ഈ മേഖലയിൽ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു കുറിപ്പോടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. വായ്പ വാങ്ങിയാൽ തിരികെ കിട്ടുന്നില്ലെങ്കിലും വായ്പ കൊടുക്കണം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ വാങ്ങുന്നവർക്കൊരു ഉത്തരവാദിത്വമാണ്. വായ്പ വാങ്ങിയാൽ തിരികെ കൊടുക്കണം. ഞാൻ ഈ വിഷയം പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ഈ അവിശ്വസ്തത എന്ന് പറഞ്ഞത് വന്നു കയറുന്നത് പ്രധാനമായിട്ടും ഈ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലം അപകടം കൂടുതലുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ നമുക്ക് ഒഴിഞ്ഞിരിക്കാനായിട്ട്, ജയാളികളാകാനായിട്ട് സാധിക്കണം. ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഈ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് സൈന്യത്തെ നിർത്തിയ ചില സ്ഥലങ്ങൾ ഉണ്ട്. എവിടെയാണ് നിങ്ങൾ ഓർക്കുന്നത്? പിമ്പുറത്ത്, പിന്നെ മതിലിൻ്റെ പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിൽ കാവൽക്കാരെ പ്രത്യേകിച്ച് ആക്കി. അപ്പോൾ ഈ പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിൽ ശത്രു വന്നാൽ അകത്ത് കയറാനുള്ളതായ എളുപ്പമുണ്ട് ശത്രുവിന്. അപ്പോൾ അതുകൊണ്ട് നെഹമ്യാവ് വളരെ സമർത്ഥനായൊരു നേതാവായിരുന്നു. ഇന്നത്തെ ഈ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ അധികം പ്രമാണങ്ങളും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നതായ ആ വലിയ ഉദ്ധാരണ പണിയിൽ വളരെ മനോഹരമായ പ്രമാണങ്ങളാണ് അദ്ദേഹം പ്രായോഗികമാക്കിയത്. അത് ലോകം സൂക്ഷ്മതയോടെ ഇപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നെഹമ്യാവ് ചെയ്ത കാര്യം, പിമ്പുറത്തും മതിൽ പൊക്കം കുറഞ്ഞ സ്ഥാനങ്ങളിലും ആയുധങ്ങളുമായിട്ട് ആളുകളെ നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പൊക്കം കുറഞ്ഞ സ്ഥലം ഏതാണെന്ന് നമുക്കറിയാം, ഇല്ലേ? നമുക്കറിയാം. ചില മേഖലകളൊക്കെ നമ്മൾ പൊക്കം കുറഞ്ഞ സ്ഥലമായിരിക്കും. അവിടെ നമ്മൾ കൂടെ ചിലപ്പോൾ തോക്കുന്ന മേഖലയായിരിക്കും. അപ്പോൾ അവിടെയെല്ലാം പ്രത്യേക സംരക്ഷണം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ, ഈ മേഖലയിൽ അതിസൂക്ഷ്മതയോടെ മുമ്പോട്ട് പോകത്തക്കവണ്ണം
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയത്തിൽ ഞാൻ ഒരു നല്ല മാതൃക നിങ്ങൾക്ക് കാണിച്ചു തരാം വേദപുസ്തകത്തിൽ നിന്ന്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. നമ്മളെ ക്ലാസ് നിൽക്കേണ്ട സമയമായി. അപ്പോൾ അതുകൊണ്ട് 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് ധ്യാനിച്ചാൽ മതി. അതിൽ 7-ാം വാക്യം മാത്രം വായിച്ച് ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കാം. 7-ാമത്തെ വാക്യം വായിച്ച് 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവൾ ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിട്ട് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീ മക്കൾ ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 7 വാക്യം വായിച്ചാൽ അതിൻ്റെ അർത്ഥം മുഴുവനും മനസ്സിലാവുള്ളൂ. പക്ഷെ നമുക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് പറയാം. ഒരു വിധവ, അവളുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ചു. അവളുടെ ഭർത്താവിൻ്റെ പേരറിയാൻ പാടില്ല, പക്ഷെ അവനൊരു വിശേഷണമുണ്ട്. നിങ്ങൾക്കറിയാമോ വിശേഷണം? യഹോവ ഭക്തനായിരുന്നു. പേരറിയാവുന്ന ഒരാൾ ഏലീശയുടെ ഒരു ശിഷ്യനുണ്ട്, നമുക്ക് ഓർക്കണ്ടോ? പക്ഷേ ഈ പേരറിയാവുന്ന ഈ ശിഷ്യൻ വല്ലാത്ത കുഴപ്പത്തിൽ ചാടിയതായ ശിഷ്യനാണ്. അതും ഈ മേഖലയിലാണ് വീണത്. എന്നാൽ ഈ പേരില്ലാത്ത ശിഷ്യൻ അവൻ അകാലത്തിൽ മരിച്ചു. കാര്യം കടം അവന് വന്നു. കട എങ്ങനെ വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല, അത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവൻ യഹോവ ഭക്തനായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ആ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്നൊരു വലിയ പ്രചോദനമുണ്ട്. അവൻ ദൈവഭക്തി അവൻ്റെ കുടുംബത്തിനും കൂടെ പകർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടക്കാർ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാനൊക്കെ വരുന്ന സങ്കീർണമായ സാഹചര്യത്തിൽ ആ വിധവയും മക്കളും അകപ്പെട്ടു. ഞാനത് വിശദമായിട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, പ്രവാചകൻ്റെ എഴുത്ത് വാങ്ങിച്ചുകൊണ്ട് ഒരു പിരിവിന് പോകാമെന്ന് ആ വിധവ തീരുമാനിച്ചില്ല. അങ്ങനെ തീരുമാനിച്ചില്ല. പിന്നെ പ്രവാചകൻ്റെ അടുക്കൽ പോയി പറഞ്ഞു. അന്ന് പ്രവാചകൻ്റെ അടുക്കൽ പോയി ഒരു കാര്യം പറയുന്നത് ആരുടെ അടുക്കൽ പോയി പറയുന്ന പോലെയാണ്? ദൈവത്തിൻ്റെ അടുക്കൽ പോയി പറയുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ പ്രവാചകൻ്റെ അടുക്കൽ പോയി വിധവ പറഞ്ഞു. ആ കൂട്ടത്തിൽ അവൾ പറഞ്ഞ സാക്ഷ്യമാണ്, നിൻ്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു നിനക്ക് അറിയാമല്ലോ. എന്ത് നല്ല സാക്ഷ്യമാണ് ആ ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയുന്നത് നമ്മൾ കാണുന്നത്. പ്രവാചകൻ അവളോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അയൽവക്കുന്നെല്ലാം വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണം. ഈ പാത്രം വായ്പ വാങ്ങുന്നതൊക്കെ പണ്ട് എൻ്റെ ബാല്യകാലത്തിലുണ്ടായിരുന്നു. അത്യാവശ്യം വരുമ്പോൾ അയൽവക്കുന്നൊരു പാത്രമൊക്കെ വായ്പ വാങ്ങി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒത്തിരി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അന്നൊക്കെ ഈ പാത്രം വായ്പ വാങ്ങാൻ പോകുക എന്ന് പറഞ്ഞാൽ ഈ കടക്കണിയിൽ അകപ്പെട്ട ആളുകൾക്ക് ആരെങ്കിലും നല്ല പാത്രം വായ്പ കൊടുക്കുമോ? വായ്പ കൊടുത്താൽ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് പാത്രങ്ങൾ വായ്പ വാങ്ങണം. ഞാൻ ആ ചരിത്രത്തിൻ്റെ വലിയ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ വിധവയുടെ മക്കൾ പോയി പാത്രങ്ങൾ കിട്ടാവുന്നതെല്ലാം വാങ്ങി. അമ്മയും മക്കളും കൂടി അകത്ത് കയറി. എന്നിട്ട് മക്കൾ പാത്രം വെച്ച് കൊടുക്കും, അമ്മ എണ്ണ പകരും. അപ്പോൾ ഒടുവിൽ മക്കൾ പറഞ്ഞു, പാത്രമെല്ലാം തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ആ മക്കൾക്കായിരുന്നു പാത്രത്തിൻ്റെ ഉത്തരവാദിത്വം. സാധാരണ നിലയിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഒരമ്മ വെറും പാത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിലാണ് അമ്മേനെ വല്ലോ ആശുപത്രിയിലും വല്ലോ ആക്കണം എന്ന് ആലോചിക്കും. കാരണം എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ദൈവഭക്തനായ മനുഷ്യൻ്റെ ഭാര്യയും മക്കളും ദൈവത്തിൽ ആശ്രയിച്ച് ആ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. എല്ലാ പാത്രവും നിറച്ച എണ്ണയായി. അപ്പം നോർമലായിട്ട് ചിന്തിക്കാൻ പാടില്ലേ ഇതെന്നാ ചെയ്യേണ്ടതെന്ന്, അല്ലേ? എന്നാ ചെയ്യേണ്ടതെന്ന് നോർമലായിട്ട് ആർക്കും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാം. അപ്പോൾ അത് നമ്മുടെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ എണ്ണ ഇപ്പോൾ ഈ അമ്മയുടെയും മക്കളുടെയും സ്റ്റീവാർഷിപ്പിലാണ്. ആ വാക്യം ആദ്യം പറഞ്ഞാണല്ലോ. അമ്മയുടെയും മക്കളുടെയും ഗ്രഹവിചാരകത്വത്തിലാണ്, ഉത്തരവാദിത്വത്തിലാണ് ഈ എണ്ണ
ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ എണ്ണ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാം. പക്ഷെ അവർ തീരുമാനിച്ചു. പോയി പ്രവാചകനോട് ചോദിക്കാം, ഈ എണ്ണ എന്നാ ചെയ്യേണ്ടത്. പ്രവാചകൻ കൊടുത്ത മറുപടിയാണ് നമ്മൾ വായിച്ചത്. ആ എണ്ണ വിറ്റ് ആദ്യം അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആദ്യം നിങ്ങളുടെ കടം വീട്ടണം. ശേഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളണം, ഉപജീവനം കഴിക്കണം. പ്രിയപ്പെട്ടവരെ, സമ്പത്തിൻ്റെ വിനിമയത്തിലുള്ള വിശ്വസ്തതയിൽ ഈ വിധവ തലമുറകൾക്കൊരു മാതൃകയാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയപ്പോൾ വിശദമായിട്ട് ഈ ചരിത്രം അവിടെ പഠിപ്പിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ അവിടുന്ന് വന്ന ശേഷവും ചില ആളുകൾ വിളിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വിധവയുടെ ചരിത്രവും വചനവും ഇന്നും എന്തോ ഒരു മനോഹരമായിട്ടുള്ള മാതൃകയാണ്. പ്രതിസന്ധികളിൽ മാതൃകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഉപസംഹരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലോകത്തിന് അറിയാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ, ലോകം ഒത്തിരി തെറ്റിപ്പോകുന്ന മേഖലയിൽ എത്ര പെർഫെക്റ്റായിട്ടുള്ള, ഒരു പഴുതുപോലും ഇല്ലാത്തതായ മനോഹരമായ പ്രമാണമാണ് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, നമുക്ക് ഈ മേഖലയിൽ വിശ്വസ്തരായി സാക്ഷ്യം വഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 1-2 കാര്യങ്ങളോട് ഈ സാമ്പത്തിക മേഖലയിൽ പറയാനായിട്ടുണ്ട്. അതിനടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.